KCL ടീമായ ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായി ഇതിഹാസ താരം ക്രിസ് ഗെയിൽ. പുതിയ സീസണിന് മുന്നോടിയായാണ് തീരുമാനം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിന്റെ മെന്ററായും ഗെയിൽ പ്രവർത്തിക്കും. മികച്ച താരങ്ങളെ കേരളത്തിൽ നിന്ന് വാർത്തെടുക്കുക ലക്ഷ്യമെന്ന് ടീം ഉടമകൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രുജീഷ്, എന്തായാലും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ്. ഇതിഹാസ താരം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്? എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഇത് 2 സീസണാണ് KCL പൂർത്തിയാക്കിയത്. ഈ 2 സീസൺ കൊണ്ട് തന്നെ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയാകുന്ന തരത്തിൽ ആ ലീഗ് മാറിയിട്ടുണ്ട്. IPL-ലേക്ക് പുതിയ താരങ്ങൾക്ക് വരാനുള്ള ആദ്യ ചുവടുവയ്പായി KCL മാറുന്ന തരത്തിലാണ് അവർക്കുള്ള അവസരങ്ങൾ മാറിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണൊക്കെ KCL-ലേക്ക് വരുന്നു. ബ്ലൂ ടൈഗേഴ്സിലായിരുന്നു സഞ്ജു സാംസൺ കളിച്ചുകൊണ്ടിരുന്നത്. ആ വരവോട് കൂടി തന്നെ ദേശീയ തലത്തിൽ തന്നെ KCL-ലും ആ രീതിയിൽ തന്നെ ഒരു പ്രചാരത്തിലേക്ക് വന്നിരുന്നു. എന്തായാലും ഈ പുതിയ ഒരു സീസണിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസത്തെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് കളിക്കാൻ അല്ല, ആ ടീമിന്റെ സഹ ഉടമ എന്ന തരത്തിലാണ് ഈ ടീമിലേക്ക് ക്രിസ് ഗെയിലിന്റെ വരവുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രിസ് ഗെയിലിന്റെ വരവ് ഒരു മെന്റർ എന്ന രീതിയിൽ കൂടി ക്രിസ് ഗെയിൽ ഈ ടീമിനൊപ്പം പ്രവർത്തിക്കും. കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം ഒരുക്കുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനം മാറ്റും എന്നതാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഉടമകൾ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ക്രിക്കറ്റ് വലിയ തരത്തിൽ സമീപകാലത്ത് ക്രിക്കറ്റ് വലിയ തരത്തിൽ തന്നെ കേരളത്തിൽ കൂടുതൽ താരങ്ങൾ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സഞ്ജു സാംസണിന് ശേഷം കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതൽ IPL ടീമുകളിലേക്ക് സ്കൗട്ടിനായുള്ള ആളുകൾ, IPL ടീമിലേക്കുള്ള സ്കൗട്ടിനായുള്ള ആളുകളൊക്കെ കേരളത്തിലേക്ക് വരുന്നു. ഈ KCL-ന്റെ ഭാഗമായുള്ള പുതിയ താരങ്ങളെ കണ്ടെത്തുന്നു. അവർക്ക് വലിയ അവസരം കിട്ടുന്ന തരത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. എന്തായാലും ക്രിസ് ഗെയിൽ നേരിട്ട് ഒരു ടീമിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങൾക്ക് അവസരം ഒരുക്കുന്നതോടെ ഇത് എന്തായാലും കൊച്ചിയിലെ ഒരു ടീം എന്ന നിലയിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ ആകെ തന്നെയുള്ള ക്രിക്കറ്റിന് ഒരു വലിയ ഒരു പ്രചാരം ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു 3ാം സീസണിലേക്ക് പോകുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ ക്രിക്കറ്റ് ലീഗ് ആ രീതിയിൽ IPL-ന്റെ ഒരു തുടർച്ച എന്ന തരത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഓരോ സംസ്ഥാനത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള T20 ലീഗുകൾ, പ്രത്യേകിച്ച് ക്രിസ് ഗെയിൽ വരുമ്പോൾ അത് ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ്, ഇതിഹാസ താരമാണ്. ഒരുപക്ഷെ 2020 ക്രിക്കറ്റിനെ ഇത്രമാത്രം ഒരു വലിയ തരത്തിലേക്ക് മാറ്റിമറിച്ച താരങ്ങളിൽ ഏറ്റവും ആദ്യത്തെ പേരുകാരനാണ്. യൂണിവേഴ്സൽ ബോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹം ക്രിക്കറ്റിൽ ഉണ്ടായിരുന്ന കാലം മുഴുവൻ അദ്ദേഹം ഏത് രീതിയിൽ ബാറ്റ് ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ്. IPL-ന് ഒരുപക്ഷെ ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി കൊടുക്കുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു ക്രിസ് ഗെയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. RCB-യുടെ ഒരു കാലത്തെ മികച്ച താരം, RCB-ക്ക് ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി കൊടുത്ത താരങ്ങളിൽ ഒരാൾ. നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും അതോടൊപ്പം പഞ്ചാബിലൊക്കെ കളിച്ചാണ് അദ്ദേഹം IPL-ൽ നിന്ന് വിട പറഞ്ഞത്. എന്തായാലും അദ്ദേഹം വീണ്ടും ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഒരു ഉടമ എന്ന രീതിയിലേക്ക് തിരിച്ചു വരികയാണ്. അത് വലിയ ഒരു നേട്ടം എന്ന തരത്തിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കാണുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 2 സീസൺ ആണ് ഇപ്പോൾ KCL പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ 3ാം സീസണിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ടീമിലേക്ക് ക്രിസ് ഗെയിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ 14 ജില്ലകളിലേക്കും ക്രിക്കറ്റ് വ്യാപിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് KCA മാറിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും പുതിയ കുട്ടികൾക്ക്, ഏത് സാധാരണക്കാരായ ആളുകൾക്കും പരിശീലനം ലഭിക്കത്തക്ക രീതിയിലേക്ക് ആ പരിശീലന ക്രമീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ തരത്തിലേക്ക് കൂടുതൽ ക്രിക്കറ്റിന് ഇതൊരു ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി എന്ന തരത്തിൽ മാത്രം, ഇപ്പോൾ ബ്ലൂ ടൈഗേഴ്സ് എന്ന ഫ്രാഞ്ചൈസിയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. പക്ഷേ അതിനെ ആ തരത്തിൽ മാത്രം ചുരുക്കി കാണാൻ സാധിക്കില്ല. ഇത് കേരളത്തിൻ്റെ ക്രിക്കറ്റിന് തന്നെ വലിയ ഒരു പുതിയൊരു മാനം നൽകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹം ഈ ടീമുമായുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി കേരളത്തിലേക്ക് വരേണ്ടതാണ്. കേരളത്തിൽ വന്ന് മറ്റ് കാര്യങ്ങൾ, അടുത്ത സീസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ക്രിസ് ഗെയിൽ സഹകരിക്കും. എന്തായാലും പുതിയ കുട്ടികളെ വാർത്തെടുക്കുക തന്നെയാണ് ലക്ഷ്യം എന്ന് ഉടമകൾ പറയുന്നു. അവർക്കും വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ക്രിസ് ഗെയിലുമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അടുത്ത സീസണിലേക്ക് ഇപ്പോൾ നമ്മോടൊപ്പം തന്നെ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് ഈ ടീമിന്റെ ഉടമകൾ ചേരുകയാണ്. സുഭാഷും അതോടൊപ്പം ശിവപ്രസാദും. ആദ്യം MD സുഭാഷിലേക്ക്. സുഭാഷ്, എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ക്രിസ് ഗെയിലിലേക്ക് എത്തിയത്? നമ്മൾ ഫസ്റ്റ് സീസണിൽ തന്നെ ക്രിസ് ഗെയിൽസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നു കേരളത്തിൽ. പക്ഷെ അന്ന് നമ്മളൊരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള നിലയിലാണ് നമ്മളന്ന് കൺസിഡർ ചെയ്തത്. പക്ഷേ അദ്ദേഹം ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ചർച്ച നടത്തിയപ്പം, ഈ വർഷം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പം അദ്ദേഹം നമ്മുടെ ഒരു ഗ്ലോബൽ ക്രിക്കറ്റിംഗ് ബ്രാൻഡാണ് ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ ടൈഗേഴ്സ് UK-യുടെ ഭാഗമാവാൻ അദ്ദേഹം ഇൻട്രസ്റ്റ് കാണിക്കുകയും, അപ്പോൾ നമ്മുടെ ഒരു ഗ്ലോബൽ ഫ്രാഞ്ചൈസിയുടെ
ഭാഗമായിട്ടാണ് അദ്ദേഹം കോർണറായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ട് ഈ സീസണിൽ അദ്ദേഹം നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഈ നമ്മുടെ യങ് ടാലൻസ് അവർക്കൊരു നല്ല എക്സ്പോഷർ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരെ നേരിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ട്രെയിനിങ് എടുക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പോഷറായിട്ട് വരുമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അദ്ദേഹത്തെ നമ്മൾ കോർണറായിട്ട് തന്നെ ഓൺബോർഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സുഭാഷ് ജോർജ്, എന്തായാലും ഈ പരിശീലന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുതിയ കുട്ടികൾക്ക് പരിശീലനത്തിനൊക്കെ അവസരം ഒരുക്കുന്ന തരത്തിലാണ് ഇനിയുള്ള നീക്കം എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റിനോട് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യയിലെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ അത്രയും ഒരു അവസരം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് കൂടുതൽ അവസരങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീക്കം അതും കൂടി ഒരു വലിയ കുട്ടികൾക്കൊരു വലിയ അവസരമായി മാറുകയും ചെയ്യും. അതെ 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 പ്രത്യേകിച്ച് ക്രിസ് ഗെയിൽസിനെ പോലെ ഒരാളെന്ന് പറയുന്നത് പുള്ളി ഭയങ്കര എനർജറ്റിക് ആണ്. അദ്ദേഹം നമ്മൾ പറയുന്നതിനേക്കാളും ഒരു പടി മുമ്പിലാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുക. ഭയങ്കര എനർജി, എനിക്ക് തോന്നുന്നു ആ ഒരു എനർജി നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റിന് തന്നെ ഒരു വലിയ ഉണർവ് നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം രണ്ടാമത്തെ സീസണിൽ കിരീടം നേടിയ ചാമ്പ്യന്മാരാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. മൂന്നാം സീസണിലും ആ പ്രതീക്ഷ തന്നെയാണോ ടീമിനുള്ളത്? ഏത് തരത്തിലാണ് ടീമുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ? ടീം നമ്മുടെ വിന്നിങ് ക്യാപ്റ്റനായ സലി സാംസൺ തന്നെയാണ്, സഞ്ജു സാംസണിൻ്റെ ബ്രദർ തന്നെയാണ് നമ്മുടെ ടീമിനെ നയിക്കുക. ഇനി ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ബാക്കി ടീം ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേ പ്രതീക്ഷയോടുകൂടി തന്നെ എന്താണ് സാലേ കബ്ദം എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ അത് തന്നെ പറയുന്നു. നമുക്ക് വൻ പ്രതീക്ഷയോടുകൊണ്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. ഇത്തവണ സഞ്ജു ടീമിൽ ഉണ്ടാകുമോ? ഈ ക്രിസ് ഗെയിലിനൊപ്പമൊക്കെ സഞ്ജു നിൽക്കുന്ന ആ തരത്തിലുള്ള പരിശീലന ദൃശ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. പക്ഷേ സഞ്ജുവിന് ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ ടീമിൽ പുള്ളി ഇപ്പോൾ ഫുൾ ടൈം അവിടെ സെലക്ഷനും എല്ലാം ഉള്ളതുകൊണ്ട് നാഷണൽ ഡ്യൂട്ടിയിലാണ്. അപ്പം എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അല്ലാതെ തന്നെ സഞ്ജു ടീമിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പം ടീമിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ KCLൻ്റെ കൂടെയും പുള്ളി ഫുൾ ടൈം ഉണ്ടാവും എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ കളിക്കുന്ന കാര്യം ഇന്ത്യൻ ടീമിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. സുഭാഷ് ജോർജ് തുടരുക. ഇപ്പോൾ സഹ ഉടമ കൂടിയായിട്ടുള്ള M ശിവപ്രസാദ് കൂടി ചേരുകയാണ്. ശിവപ്രസാദ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു നീക്കം എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ ക്രിസ് ഗെയിൽ ഒരു കേരളത്തിലെ ഒരു ടീമിൻ്റെ ഒപ്പം, അത് ആഗോളതലത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസി എന്ന തരത്തിലാണ് വരുന്നതെങ്കിൽ കൂടി കേരളത്തിലെ ഒരു ടീമിനൊപ്പം അടുത്തൊരു സീസണിൽ ഒപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് കേരളത്തിൽ ആകെ തന്നെ ഒരു വലിയ പ്രതീക്ഷ നൽകുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു യൂണിവേഴ്സൽ ബോസിനെ തന്നെയാണ് നമ്മൾ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്കായിട്ട് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ് ഗെയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് റെക്കോർഡ്സുകളുണ്ട്. അതെനിക്ക് തോന്നി ഒരേ ഒരു കളിക്കാരൻ, അതായത് ട്രിപ്പിൾ സെഞ്ചുറി ടെസ്റ്റിലും ഡബിൾ സെഞ്ചുറി വൺ ഡേയിലും 2020 സെഞ്ചുറി അടിച്ച ഒരേ ഒരു കളിക്കാരൻ ക്രിസ് ഗെയിൽ മാത്രമാണെന്ന് തോന്നുന്നു. അപ്പം ക്രിസ് ഗെയിലിനെ പോലെ ഇത്രയും ഗ്ലോബൽ പ്രസൻസ് ഉള്ള, ഇത്രയും ആരാധകരുള്ള ഒരാളെ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ന്യൂസ് മലയാളത്തിലൂടെ ആദ്യമായി പുറത്തുവിടുന്നത്. ശിവപ്രസാദ്, എങ്ങനെയാണ് ഈ കരാറിലേക്ക് എത്താൻ, ഈ ക്രിസ് ഗെയിലിനെ തന്നെ വേണം എന്ന തീരുമാനത്തിലേക്കൊക്കെ പോയത് എങ്ങനെയാണ്? അല്ല, ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ക്രിസ് ഗെയിലിനോളം ക്രിക്കറ്റിനെ ഇത്രത്തോളം എന്റർടൈൻ ചെയ്ത ഒരു കളിക്കാരൻ ഉണ്ടോ എന്നറിയില്ല. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ, ക്രിക്കറ്റിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്തുടരുന്നവർ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ക്രിസ് ഗെയിലിനെ പോലെ ക്രിക്കറ്റിനെ എന്റർടൈൻ ചെയ്യുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടോ എന്നറിയില്ല. അത് തന്നെയാണ് ഞങ്ങളെ ക്രിസ് ഗെയിലിലോട്ട് എത്തിച്ചതും. തീർച്ചയായിട്ടും ക്രിക്കറ്റ് ഗെയിൽ ഈ വരുന്ന സീസണിൽ കേരളത്തിലുണ്ടാവും. കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ക്രിസ് ഗെയിലിനെ ബ്ലൂ ടൈഗേഴ്സിനോടൊപ്പം കാണാം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതായത് കഴിഞ്ഞ സീസൺ തുടങ്ങുമ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞിരുന്നു ഇത് വളരെ രസിച്ച് കളിക്കുന്ന തരത്തിലാണ് ഞങ്ങളുടെ ഒരു ശൈലി എന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ക്രിസ് ഗെയിൽ കൂടി വരുമ്പോൾ ആ ടീമിന്റെ ശൈലി അത് തന്നെയാണ്, ആഘോഷിച്ചുകൊണ്ട് കളിക്കുക, കളിച്ചുകൊണ്ട് ആ കിരീടം നിലനിർത്തുക. അതെ, നീലക്കടവുകൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അതിനായി കാത്തിരിക്കുക. അതിനോടനുബന്ധിച്ച് തന്നെ ഈ KCLന്റെ ഒരു ഫാൻ ഫേസ് നടക്കുന്നുണ്ട് ഈ മാസം മുതൽ തന്നെ. സോ ക്രിക്കറ്റിന്റെ ആവേശം
അങ്ങേയറ്റം വരാൻ പോവുകയാണ്. അതിനോടൊപ്പം അതിന് കൂടുതൽ ആവേശം പകരാൻ വേണ്ടി ക്രിസ് ഗെയിലും എത്തുന്നു എന്നുള്ളതാണ് ഈ സീസണിൽ ബ്ലൂ ടൈഗേഴ്സ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിൽ വയ്ക്കുന്ന വാഗ്ദാനം. തീർച്ചയായും സുഭാഷ് ജോർജ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സുഭാഷ് ജോർജ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനിയുള്ളത് ഈ കുട്ടികൾക്ക് കൂടി, അതായത് ഒരു ഫ്രാഞ്ചൈസി വരുന്നു, ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റ് പല കായിക ഇനങ്ങളിലും കാണും. ഇപ്പോൾ ISLന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, അത് ഫുട്ബോളിൽ ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിലാണ് വലിയ വീഴ്ചകൾ ഉണ്ടായത്. അത് ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല എന്ന് പറയാം. ഏത് തരത്തിലാണ് ഈ ടീമിന്റെ ഒരു ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ താങ്കളുടെ ഒരു പ്രതീക്ഷകൾ ഉള്ളത്? ക്രിസ് ഗെയിൽ വരുന്നതോടെ ആ രീതിയിലുള്ള ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ ഒരു മനസ്സിൽ ഇപ്പോഴുള്ളത്? ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം കേരള ഇതുപോലൊരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് ലെവൽ ലീഗിൻ്റെ ബേസിക് പേർപ്പസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള യങ് ടാലൻസിന് IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്കും വളരുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ശിവ പറഞ്ഞതുപോലെ ലോകം കണ്ട ഏറ്റവും നല്ല ക്രിക്കറ്റിൽ ഒരാളാണ് ക്രിസ് ഗെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള ഫ്രാഞ്ചൈസികളും ഇതുപോലെയുള്ള ഫ്രാഞ്ചൈസ് ക്രിക്കറ്റുകളും വരുമ്പം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസാണ്, അതായത് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന പല ഫ്രാഞ്ചൈസികളും പല ആൾക്കാരും ഇതിലേക്ക് വരികയും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വരികയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യങ് ക്രിക്കറ്റേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി മുമ്പോട്ടും കാണാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മുടെ പ്രിയദർശൻ സാറ് ക്രിക്കറ്റിൽ സ്നേഹിക്കുന്ന ആളെന്ന് നമുക്കറിയാം. അദ്ദേഹം വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള നാഷണലും ഇൻ്റർനാഷണലും ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ക്രിക്കറ്റിലേക്ക് വരികയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ യങ് ടാലൻസ് അവരുമായിട്ടുള്ള എക്സ്പോഷറിൽ വളർന്ന് നമുക്ക് ഇപ്പോൾ ഒരു സഞ്ജു ആണുള്ളതെങ്കിൽ നമുക്കൊരു 10 സഞ്ജുവിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് സ്വപ്നം. വലിയ തരത്തിൽ നമ്മുടെ യുവതാരങ്ങൾക്ക് അവസരമൊരുക്കുക, അവരെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഈ ഫ്രാഞ്ചൈസികളൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അതോടൊപ്പം അടുത്ത സീസണിൻ്റെ കാര്യം കൂടി, അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ക്യാമ്പ് എപ്പോഴത്തേക്ക് തുടങ്ങും? ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഒരുക്കം? ഇപ്പോൾ തന്നെ എല്ലാവരും ഫുൾ ഓണാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അതേ കോച്ചിങ് ടീമാണ്. 1-2 അഡീഷൻസാണ് നമുക്കുള്ളത്. നമ്മുടെ ദീപക്കും അതുപോലെ തന്നെ റൈഫി ഇവരൊക്കെയാണ് കോച്ചിങ്ങിൽ നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ് ഗെയിൽസും കോച്ചിങ്ങിൻ്റെ ഭാഗമാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് ഡേ ട്രെയിനിങ് ഒക്കെ വരാമെന്നുള്ള സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫുൾ ഓണാണ്. ഇനി നമ്മുടെ ഓപ്ഷനും കഴിഞ്ഞ് ടീം വന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കോച്ചിങ് എല്ലാം തുടങ്ങും. പിന്നെ ത്രൂ ഔട്ട് ദി ഇയർ കോച്ചിങ് നടത്താൻ വേണ്ടി നമ്മളിപ്പോൾ ബ്ലൂ ടൈഗേഴ്സ്, റൈഫി വിൻസെൻ്റ് നമ്മുടെ കോച്ചസൊക്കെ ആയിട്ട് ചേർന്ന് നമ്മുടെ ഫിസാറ്റിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ബ്ലൂ ടൈഗേഴ്സ് R16 എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമി നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ ഓണാണ് 365 ഡേയ്സ്. വളരെ നന്ദി ശ്രീ സുഭാഷ് ജോർജ്, M ശിവപ്രസാദ് ചേർന്നതിന്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. ക്രിസ് ഗെയിൽ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ബ്ലൂ ടൈഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ലീഗാണ് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന കാര്യത്തിൽ സംശയമില്ല. KCLന്റെ ഭാഗമായുള്ള ബ്ലൂ ടൈഗേഴ്സിലേക്ക് ക്രിസ് ഗെയിൽ വരുന്നു. എന്തായാലും ടീമിന്റെ ഒരു മെന്റർ എന്ന തലത്തിൽ കൂടി ക്രിസ് ഗെയിൽ പ്രവർത്തിക്കും. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അടുത്ത സീസണിൽ ടീമിന് ഒപ്പം ഉണ്ടാകും. അടുത്ത സീസണിൽ സഞ്ജു സാംസൺ സ്ഥിരമായി തന്നെ ടീമിനൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. കാരണം ഇന്ത്യൻ ടീമിൽ ഒരു സാന്നിധ്യമായി സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട്. എന്തായാലും സഞ്ജുവിന്റെ സഹോദരൻ കൂടിയായ സാലി സാംസൺ ഇത്തവണയും ക്യാപ്റ്റനായി തുടരും. ഓപ്ഷൻ കഴിയുമ്പോൾ ടീമിന്റെ ക്യാമ്പ് ഉടൻ തന്നെ തുടങ്ങും എന്നും ഉടമകൾ പറയുകയാണ്. വലിയ പ്രതീക്ഷ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകുന്ന. ഇപ്പോൾ ശിവപ്രസാദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശിവപ്രസാദ്, എന്തായാലും ഈ പറഞ്ഞ് എന്തോ തുടങ്ങി എന്ന് തോന്നുകയാണ്. എന്താണ് ഇനിയുള്ള പ്രതീക്ഷകൾ? അല്ല, എന്നോടൊപ്പം നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ ഒരു അഡ്വൈസർ ഉണ്ട്. അതായത് ഈ ഒരു ഡീലിന് സുഗമമായി പ്രവർത്തിച്ച, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൊച്ചിക്കാരനായ ബ്ലൂ ടൈഗേഴ്സിന്റെ അഡ്വൈസർ ശ്രീ PT ജോയ് സാർ കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ട്. കഷീം ലണ്ടനിലുണ്ട്. അതുകൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഓക്കെ.
തീർച്ചയായും അദ്ദേഹത്തിനും വളരെ അഭിനന്ദനങ്ങൾ. എന്തായാലും ഇത്തരം ഒരു നീക്കം അത് വലിയ തരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ഇന്ത്യയിലാകെ തന്നെ ചർച്ചയാകുന്ന, പ്രത്യേകിച്ച് ക്രിസ് ഗെയിൽ ഇന്ത്യയിലേക്ക് ഒരു ടീമിന്റെ ഭാഗമായി വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലാകെ തന്നെയുള്ള ഒരു ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന നീക്കമാണ്. അത് കേരളത്തിലേക്ക് വരുന്നു, കൊച്ചിയിലെ ഒരു ടീമിലേക്ക് വരുന്നു എന്നത് വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും ഇനി അടുത്ത സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം നിലനിർത്തുമോ, മറ്റ് ടീമുകളൊക്കെ അതിനെ വെല്ലുവിളിച്ച് ഏത് തരത്തിലാണ് ടീമിനെ തയ്യാറാക്കുന്നതെന്നൊക്കെ ഓപ്ഷനിൽ കൂടി വ്യക്തമാകും. എന്തായാലും ഒരു വലിയ മാറ്റം കേരള ക്രിക്കറ്റിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. ക്രിസ് ഗെയിൽ കേരളത്തിലേക്ക് വരികയാണ്.